ഗോൾഡിൽ ഇന്നലെ $1300 അടുത്തോളം പ്രോഫിറ്റ് ബുക്ക് ചെയ്ത ഒരു ട്രേഡിന്റെ കംപ്ലീറ്റ് ബ്രേക്ക് ഡൗൺ വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. സോ ഈ ഒരു ട്രേഡ് എങ്ങനെ എടുക്കുന്നത് നിങ്ങൾക്കും പഠിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കംപ്ലീറ്റ്ലി കാണാൻ ശ്രമിക്കുക. സോ നമ്മൾ ഗോൾഡിൽ ട്രേഡ് ചെയ്യുന്നത് മൺഡേ ആയതുകൊണ്ട് തന്നെ ഫസ്റ്റ് നോക്കിയിരുന്നത് ഒരു ഹയർ ടൈം ഫ്രെയിമിലായിരുന്നു മാർക്കറ്റ് നോക്കിയിരുന്നത്. സോ ഹയർ ടൈം ഫ്രെയിമിൽ നമുക്ക് ഓൾറെഡി വേറെ സ്ട്രക്ചർ ആണെന്നറിയാം. എന്നിരുന്നാലും മാർക്കറ്റ് മൺഡേ നമുക്ക് എങ്ങനെയാണ് മാർക്കറ്റ് റിയാക്ട് ചെയ്യാന്നുള്ളത് കുറച്ച് കൺഫ്യൂസ്ഡ് ആണ്. സോ ഞാൻ ഫസ്റ്റ് നോക്കിയിരുന്നത് ഈ ഒരു SNR ബ്രേക്ക് ആയിരുന്നു ഡേ വൈസ് എന്ന് പറയുന്നത്. സോ ഡേ വൈസിൽ ഈ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് പിന്നെ മാർക്കറ്റ് ഒരു കണ്ടിന്യൂഷൻ എക്സ്പെക്ട് ചെയ്യാന്നുള്ളത്. സോ 4 ഹവറിൽ എടുത്ത സമയത്ത് ഓൾറെഡി ഞാൻ ലാസ്റ്റ് വീക്ക് എന്റെ കമ്മ്യൂണിറ്റിയിൽ ട്രേഡ് ഇത് ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ എന്റെ സ്റ്റുഡൻസിന് ഞാൻ ഈ ഒരു ട്രേഡ് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെ നമുക്കൊരു എൻഗോൾഫിംഗ് കിട്ടിയ മാർക്കറ്റ് ഫാൾ ആവുന്നു. പക്ഷെ ഞാൻ ന്യൂയോർക്കിലാണ് ട്രേഡ് ചെയ്യുന്നത്. ആ സമയത്താകുമ്പോഴേക്കും എനിക്കൊരു ക്ലീൻ സ്ട്രക്ചർ ഫോം ചെയ്തിട്ടുണ്ട്. എന്ന് ഞാൻ ന്യൂയോർക്കിൽ മാത്രം ട്രേഡ് ചെയ്യാറും. സോ 50 മിനിറ്റ്സിലാണ് നമ്മൾ ആ ഒരു മാർക്കറ്റ് സ്ട്രക്ചർ നോക്കിയിട്ടുണ്ടായിരുന്നത്. സോ സ്ട്രക്ചർ നമ്മൾ പറഞ്ഞ പോലെ തന്നെ 4 അവർ നല്ല രീതിക്ക് ഒരു റിജക്ഷൻ തന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഫസ്റ്റ് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിന് ഒരു പ്രൈസ് സൈക്കിൾ എന്നുള്ളതാണ്. ഇവിടെ നമുക്കൊരു പ്രൈസ് ആക്ഷൻ സൈക്കിൾ വരുന്ന സമയത്ത് മാർക്കറ്റ് ഒരു ലോവർ ലോസും ലോവർ ഹൈസും വെച്ചിട്ടാണ് മാർക്കറ്റ് പുഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് നമ്മൾ എല്ലാവരും പഠിച്ചിട്ടുള്ള ബേസിക് ആയിട്ടുള്ള മാർക്കറ്റിന്റെ ഒരു സ്ട്രക്ചർ ഫോർമേഷൻ ആണ്. ഇവിടെ വന്ന സമയത്ത് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ലോനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്കറിയാം ഈ ഒരു ലോനെ ബ്രേക്ക് ചെയ്ത സമയത്ത് ഇവിടെ ഒരു ഡബിൾ ടോപ്പ് ഫോം ചെയ്ത് ഇവിടെ ഒരു ഹൈനെ മാർക്കറ്റിന് ബ്രേക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ വന്ന സമയത്ത് ഇവിടെ നമുക്കൊരു സപ്ലൈ ക്യാൻഡിലായിട്ട് ഞാൻ ഈ ഒരു ബൈ ക്യാൻഡിനെ സപ്ലൈ സോൺ ആക്കിയിട്ട് കൺസിഡർ ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല ഇവിടെ നമുക്കറിയാം ഈ ഒരു ലോനും ഈ ഒരു 50 മിനിറ്റ്സ് മാർക്കറ്റ് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ക്യാൻഡിൽ ബ്രേക്ക് ചെയ്ത സമയത്ത് വേറൊരു കൺഫർമേഷൻ കൂടെ ഉണ്ട്. ഈ വരുന്ന സെഷൻ എന്ന് പറയുന്നത് ന്യൂയോർക്ക് മാർക്കറ്റ് ആണ്. നല്ല രീതിക്ക് വോളിയം ഫാൾ ആവുന്ന ഒരു മാർക്കറ്റാണ്. വോളിയം ഫാൾ ആവുന്നല്ല കണ്ടിന്യൂഷൻ വരാൻ പോകുന്നത് ബൈ ആയാലും സെൽ ആയാലും. സോ ഈ ഒരു ക്യാൻഡിൽ താഴോട്ട് ക്ലോസ് വന്ന സമയത്ത് ഞാൻ ചെയ്തത് ഇതൊരു ലിമിറ്റ് ഓർഡർ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. സെൽ ലിമിറ്റ് ഇവിടേക്കാണ് സെയിം പ്രൈസ് ആണ് ഞാൻ എൻട്രി ഇട്ട് വെച്ചിരുന്നത്. അതിനോടൊപ്പം തന്നെ ഇതിന്റെ മുകളിലാണ് എന്റെ സ്റ്റോപ്പ് ലൂസ് വെച്ചിട്ടുണ്ടായിരുന്നത്. TP എന്ന് പറയുന്നത് 3990 എന്ന് പറയുന്ന ഈ ഒരു SNRന്റെ താഴോട്ടാണ് ഞാൻ പ്രൈസും വെച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ഓപ്പണിംഗ് ക്ലോസിംഗ് ഈ ഒരു ഫ്രഷ് ലെവലിലോട്ടാണ് ഞാൻ TP വെച്ചിട്ടുണ്ടായിരുന്നത്. അറൗണ്ട് 1:6 അടുത്തോളം ബ്യൂട്ടിഫുൾ ആയിട്ട് റൺ ചെയ്ത നല്ലൊരു എൻട്രി ആയിരുന്നു. സോ ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് അറിയാം മാർക്കറ്റ് നല്ല രീതിക്ക് അത് റെസ്പോണ്ട് ചെയ്ത് ഇങ്ങനെ കുറച്ച് ഹൈസ് ക്രിയേറ്റ് ചെയ്ത് ഈ ഒരു ലെവലിനെ മാർക്കറ്റിന് ബ്രേക്ക് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വന്നപ്പോൾ ഞാൻ സ്റ്റോപ്പ് ലോസ് റിഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഈ ഒരു ഹൈൻ്റെ അങ്ങോട്ടോളം മാർക്കറ്റ് ചെറിയൊരു പ്രോഫിറ്റ് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ലെറ്റ് ഇറ്റ് റൺ എന്നുള്ള രീതിയിലാണ് ഈ ട്രേഡ്സ് ഉണ്ടാക്കി രാവിലെ ഏഷ്യൻ മാർക്കറ്റിലാണ് ഈ ട്രേഡ് കംപ്ലീറ്റ് പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നത്. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ.